നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രായപൂർത്തിയാകാത്ത 3 പെൺകുട്ടികളോട് ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ മധ്യവയസ്കൻ പിടിയിൽ. ആമ്പല്ലൂർ ദേശീയപാതയ്ക്ക് കുറുകെയുള്ള കൾവട്ടിൽ മാലിന്യങ്ങൾ അടിഞ്ഞ് വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചുവെന്ന സംഭവത്തിൽ പഞ്ചായത്തിന്റെ അടിയന്തര ഇടപെടൽ. പരാതി ഗൌരവമായി പരിഗണിക്കുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി. UDF ഗവൺമെന്റിന്റേത് തൊഴിലാളി വിരുദ്ധ ബജറ്റാണെന്ന് ആരോപിച്ച് CITU കോടാലി സെന്ററിൽ പ്രതിഷേധ റാലി നടത്തി. ഓട്ടോ ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ CITU കൊടകര ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചു. വരന്തരപ്പള്ളി KECB സെഷനിലെ ട്രാൻസ്ഫോർമർ പരിസരത്ത് കാട് വളർന്നു. അപകട ഭീഷണി ഒഴിവാക്കണമെന്നാവശ്യം. ഇടത് ഗവൺമെന്റ് നടപ്പിലാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതികൾ UDF സർക്കാർ അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ 3 മുറിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നെന്മണിക്കര യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രായപൂർത്തിയാകാത്ത 3 പെൺകുട്ടികളോട് ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ മധ്യവയസ്കൻ പിടിയിൽ. പറപ്പൂക്കര പോങ്കോത്ര സ്വദേശി ചൂരക്കാരൻ വീട്ടിൽ 56 വയസ്സുള്ള വിൽസനാണ് പിടിയിലായത്. പെൺകുട്ടികൾ സ്കൂൾ കൌൺസിലിംഗിനിടയിലാണ് സംഭവം പുറത്തുപറയുന്നത്. CWC അധികൃതർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ 6 മാസത്തിനിടെ പല തവണകളായി അതിക്രമം നടന്നു. പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ആമ്പല്ലൂർ ജംഗ്ഷനിൽ ദേശീയപാതയ്ക്ക് കുറുകെയുള്ള കൾവട്ടിൽ മാലിന്യങ്ങൾ അടിഞ്ഞ് വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചുവെന്ന NCTV വാർത്തയെ തുടർന്ന് പഞ്ചായത്തിന്റെ അടിയന്തര ഇടപെടൽ. ആമ്പല്ലൂരിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രദേശത്തെ വെള്ളക്കെട്ടിലാക്കുമെന്ന വ്യാപാരികളുടെ പരാതി ഗൌരവമായി പരിഗണിക്കുമെന്ന് അളഗപ്പ നഗർ പഞ്ചായത്ത് ഭരണസമിതി. അമ്പല്ലൂർ പാടം മണ്ണിട്ട് നികത്തിയ ഇപ്പോഴത്തെ ജോർജ് ടൗണിൽ വെള്ളം ഒഴുകാനും അധിക ജലം ഉൾക്കൊള്ളാനും നിലനിർത്തിയിരുന്ന തോടുകൾ നികത്തിയ നിലയിലാണ്. ഇവിടെ നിന്നും ദേശീയപാതയ്ക്ക് കുറുകെയുള്ള കൽവർട്ടിൽ അടിപ്പാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായ കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും നിറഞ്ഞ് വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചു. 10 അടിയോളം വീതിയുള്ള കൽവർട്ട് മറുഭാഗത്ത് നെന്മണിക്കര പഞ്ചായത്തിന്റെ അതിർത്തിയിലെത്തുമ്പോൾ വീതി 2 അടിയായി കുറയുകയാണ്. ദേശീയപാതയിൽ നിലവിലുള്ള 4 കൽവർട്ടുകളുടെയും സ്ഥിതി ഇതുതന്നെയാണ്. പല ഭാഗങ്ങളിലും തോട് ചുരുങ്ങിയും തീരെ ഇല്ലാതായും വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ട് വെള്ളം മുഴുവൻ വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും കയറുന്ന സ്ഥിതിയാണ്. അടഞ്ഞുപോയ കൽവർട്ടുകൾ തുറന്നു തരേണ്ടത് ദേശീയപാത അതോറിറ്റിയാണെന്നും പ്രശ്നത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാട്ടി ജില്ലാ ഭരണകൂടത്തെ സമീപിച്ചതായും പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ പറഞ്ഞു. വ്യാപാരികൾ ചൂണ്ടിക്കാണിച്ച വിഷയം ഗൗരവമേറിയതാണ്. അടിയന്തരമായി അമ്പല്ലൂർ ജംഗ്ഷനിൽ വെള്ളം കെട്ടിനിൽക്കുന്ന പ്രദേശങ്ങളിലെ തടസ്സങ്ങൾ നീക്കി വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. നെന്മണിക്കര പഞ്ചായത്തിലേക്കാണ് ഈ തോട് പോയിരിക്കുന്നത്. അവിടെ അത് അടവ് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ 2 മാസം മുൻപ് ഉണ്ടായ ഒരു കമ്മിറ്റിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒരു പ്രമേയം പാസ്സാക്കി. അത് എല്ലാ ഭരണസമിതി അംഗങ്ങളും അത് അംഗീകരിച്ച് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും ഇതിൻ്റെ കോപ്പികൾ വിട്ടു. ഈ കഴിഞ്ഞ മാസത്തിലെ താലൂക്ക് സമിതിയിലും ഈ NHന്റെ ഭാഗം അളഗപ്പനഗർ പഞ്ചായത്തിൽ 4 കൽവർട്ടുകളുണ്ട്. ഇത് മുഴുവൻ അടഞ്ഞിരിക്കുകയാണ്. വ്യാപാരി വ്യവസായികൾക്ക് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അവരുടെ അടുത്തുള്ള കടകളിലേക്കൊക്കെ വെള്ളം കയറുകയാണ്. അപ്പോൾ അതും എല്ലാം കൊണ്ടും തന്നെ ഞങ്ങൾ ഇതിന് വേണ്ട നടപടികളെല്ലാം കളക്ടർക്ക് അടക്കം എല്ലാവർക്കും ഇത് ചെയ്തിട്ടുണ്ട്. അതിനൊരു ഉചിതമായ തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. MLA അടക്കമുള്ള യോഗം ബ്ലോക്ക് പഞ്ചായത്തിൽ യോഗം കൂടിയാലും ഈ കാര്യം അവതരിപ്പിച്ചു. ഇനി ഉടനടി തന്നെ കളക്ടറെ പോയി നേരിട്ട് കണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്ത് എന്തായാലും തീരുമാനം എടുത്തിട്ടുണ്ട്. അടുത്ത ഇന്നോ നാളെയായിട്ട് പോകും. ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ അടിപ്പാത നിർമ്മിക്കുമ്പോൾ ദേശീയപാത അതോറിറ്റിയും നെന്മണിക്കര, അളഗപ്പനഗർ, പുതുക്കാട് പഞ്ചായത്തുകളും ചെയ്യേണ്ട ആസൂത്രണങ്ങൾ സംബന്ധിച്ച് യോഗങ്ങൾ ചേരുകയും നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതുമാണ്. എന്നാൽ ദേശീയപാതയുടെ മറുവശത്ത് നെന്മണിക്കര പഞ്ചായത്തിന്റെ അതിർത്തിയിൽ വെള്ളം ഒഴുകിപ്പോകുന്ന തോടുകൾ അശാസ്ത്രീയമായി നികത്തിയ നിലയിലാണെന്നും ഇത് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുകയാണെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി കുറ്റപ്പെടുത്തി.
ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മഴ കനക്കുന്നതിന് മുൻപ് നികത്തിയ തോടുകൾ വീണ്ടെടുക്കാൻ നെന്മണിക്കര പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെടുമെന്നും വിഷയത്തിൽ ജില്ലാ ഭരണകൂടം ഇടപെടണമെന്നും വൈസ് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. ഈ ഭരണസമിതി ഇപ്പോൾ അധികാരത്തിൽ വന്നതിന് ശേഷം കിട്ടിയ ഒരു വലിയൊരു പരാതിയാണ് ഈ വെള്ളം ഇവിടെ നിന്ന് ഒലിച്ചു പോകുന്നില്ല എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ 2 കമ്മിറ്റി മുൻപ് നമ്മൾ ഇവിടെ ഈ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പ്രമേയം അവതരിപ്പിക്കുകയും ഇവിടുത്തെ ലൈറ്റ് അതുപോലെ തന്നെ വെള്ളം കെട്ടിക്കിടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കമ്മിറ്റിയിൽ ചർച്ച ചെയ്തുകൊണ്ട് തന്നെ ഒരു പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഉന്നതാധികാരികൾക്ക് അത് കൈമാറിയിട്ടുണ്ട്. ഇനി അതിൻ്റെ നടപടികൾ എടുക്കുന്നതിന് വേണ്ടി അവരാണ് മുൻകൂട്ടി മുന്നോട്ട് വരേണ്ടത്. നമ്മളതിൻ്റെ പിന്നാലെ ഉണ്ട്. നെന്മണിക്കര പഞ്ചായത്തിൻ്റെ ഭാഗമാണ് ഈ ഹൈവേയുടെ അപ്പുറത്തെ ഭാഗം. ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഇവിടെ വീതി ഉണ്ടെങ്കിലും അപ്പുറത്ത് ചെല്ലുമ്പോൾ ഈ തോടിൻ്റെ വീതി വളരെ കുറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് വരുന്ന വെള്ളം, ശക്തമായി വരുന്ന വെള്ളം അപ്പുറത്തേക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഈ ചാലുമായി ബന്ധപ്പെട്ടിട്ട്. എന്തായാലും അത് നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റി എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി കളക്ടറെ പോയി കണ്ട് അതിന് വേണ്ട ഉന്നത അധികാരികളെ കാണാനായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട്. അതെന്തായാലും അടുത്ത് തന്നെ ചെയ്യും. ഈ തൽക്കാലം ഈ കാര്യങ്ങൾ പെട്ടെന്ന് അടിയന്തരമായിട്ട് തീരുമാനമെടുക്കും. കാര്യങ്ങൾ ചെയ്യാനായിട്ട് തയ്യാറാണ്. അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബെന്നി ടി, സിനി ബിജു, ലിറ്റി മേജോ എന്നിവരാണ് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ട സ്ഥലങ്ങൾ നേരിൽ കണ്ട് വിവരങ്ങൾ ശേഖരിച്ചത്. അമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇപ്പോൾ നിലവിൽ തന്നെ വെള്ളക്കെട്ട് ഭീഷണി നേരിടുന്ന അമ്പല്ലൂർ ജംഗ്ഷനും ഒപ്പം തൊട്ടപ്പുറത്തെ നെന്മണിക്കര ഗ്രാമവുമൊക്കെ കടുത്ത വെള്ളപ്പൊക്ക ഭീഷണി കൂടി നേരിടുകയാണ്. നമുക്കറിയാം, ഇവിടെ അമ്പല്ലൂർ ജംഗ്ഷനിൽ ജോർജ് ടൗണിൽ വെള്ളം ഒഴുകിപ്പോകാനും ഒപ്പം അധിക ജലം നിലനിർത്താനും നിർമ്മിച്ചിട്ടുള്ള ഈ കൾവർട്ടിൽ ഇപ്പോൾ കോൺക്രീറ്റ് മാലിന്യങ്ങളും ഒപ്പം ഫ്ലക്സ് അടക്കമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നിറഞ്ഞ് ഈ തോട്ടിൽ നിന്ന് വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെട്ട നിലയിലാണ്. മഴ കനക്കുന്നതോടെ, ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മഴ കനക്കുന്നതോടെ ഈ തോട്ടിൽ വെള്ളം നിറഞ്ഞ് അമ്പല്ലൂർ ജംഗ്ഷൻ വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് സമീപത്തെ വ്യാപാരികളടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ദേശീയപാത അതോറിറ്റിയെയും ജില്ലാ ഭരണകൂടത്തെയും പലതവണ സമീപിച്ചെങ്കിലും ഇതുവരെ തുടർ നടപടികൾ ഉണ്ടായില്ല എന്ന പരാതിയും ഉണ്ട്. ഏതായാലും അധികൃതർ കണ്ണു തുറക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. UDF ഗവൺമെന്റ് അവതരിപ്പിച്ചത് തൊഴിലാളി വിരുദ്ധ ബജറ്റാണെന്ന് ആരോപിച്ച് CITU കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടാലി സെന്ററിൽ പ്രതിഷേധ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. പൊതുയോഗം CITU കൊടകര ഏരിയ സെക്രട്ടറി PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ ട്രഷറർ PC ഉമേഷ് അധ്യക്ഷത വഹിച്ചു. TA ഉണ്ണികൃഷ്ണൻ, UG വാസന്തി, ആലി കുണ്ടുവായിൽ, PK വിനോദ്, PK ശങ്കരനാരായണൻ, PV ഗോപിനാഥൻ, PK രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അധികാരത്തിൽ വന്ന UDF ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിച്ച അംഗീകാരം നേടിയ ബഡ്ജറ്റിനെ പാടെ ഒഴിവാക്കി ഒരിടക്കാല ബഡ്ജറ്റ് അവതരിപ്പിക്കുക. പാചകവാതകത്തിനും ഇന്ധനവില വർധനവിനുമെതിരെ KSKTU വനിതാ സബ് കമ്മിറ്റി പറപ്പൂക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുളങ്ങിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്തു. ജീന സലേഷ് അധ്യക്ഷയായി. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, രമ്യ ഷൈജു എന്നിവർ പ്രസംഗിച്ചു. ഓട്ടോ ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ CITU കൊടകര ഏരിയ സമ്മേളനം പുതുക്കാട് സംഘടിപ്പിച്ചു. CITU ജില്ലാ പ്രസിഡന്റ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് O രാജൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി PC ഉമേഷ്, യൂണിയൻ ജില്ലാ സെക്രട്ടറി PK പുഷ്പാകരൻ, CITU ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളായ PK ശിവരാമൻ, CITU ഏരിയ സെക്രട്ടറി PR പ്രസാദൻ, ജില്ലാ ട്രഷറർ TS ബൈജു, CV ശിവൻ, അഡ്വക്കേറ്റ് ആൾജോ പുലിക്കൻ, KV നൈജോ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ ഭാരവാഹികളായി CV ശിവൻ പ്രസിഡന്റ്, സെക്രട്ടറി PC ഉമേഷ്, ട്രഷററായി ആൾജോ പുലിക്കൻ എന്നിവരെ തിരഞ്ഞെടുത്തു. വരന്തരപ്പള്ളി KECB സ്റ്റേഷനിലെ ട്രാൻസ്ഫോർമർ പരിസരത്ത് കാട് വളർന്ന് അപകട ഭീഷണി ഉയർത്തുന്നു. വാസുപുരം ആറ്റപ്പള്ളി ഭാഗത്തേക്ക് പോകുന്ന റോഡിന് സമീപമുള്ള ട്രാൻസ്ഫോർമറിന് ചുറ്റുമാണ് കാടും പടർപ്പും വ്യാപകമായി വളർന്നിരിക്കുന്നത്.
ട്രാൻസ്ഫോർമറിന്റെ പരിസരത്തെ കാടുകളും സമീപത്തെ വൈദ്യുതി പോസ്റ്റുകളിലേക്ക് പടർന്നു കയറിയ വള്ളിച്ചെടികളും അടിയന്തരമായി വെട്ടിമാറ്റി സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് ആവശ്യം. കാട് കയറിയതിനാൽ ട്രാൻസ്ഫോർമർ പരിസരത്തേക്ക് അടുത്തു ചെല്ലാൻ പോലും സാധിക്കാത്ത സാഹചര്യമാണെന്ന് നാട്ടുകാർ പറയുന്നു. കൂടാതെ സമീപത്തെ വൈദ്യുതി പോസ്റ്റുകളിലേക്കും വള്ളിച്ചെടികൾ വ്യാപകമായി പടർന്നു കയറിയിട്ടുണ്ട്. അപകട സാധ്യത കണക്കിലെടുത്ത് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും മനുഷ്യാവകാശ പ്രവർത്തകനായ KG രവീന്ദ്രനാഥ് ആവശ്യപ്പെട്ടു. വരന്തരപ്പള്ളി KSCB സെക്ഷനിൽ പെടുന്ന മാഞ്ഞൂര് ആറ്റപ്പള്ളി ഭാഗത്തേക്ക് പോകുന്ന ആ ഭാഗത്ത് ഒരു ട്രാൻസ്ഫോമർ അത് കാട് മൂടി കെടുക്കുന്നൊരവസ്ഥയാണ്. മാത്രമല്ല തൊട്ടുള്ള പോസ്റ്റുമൊക്കെ വള്ളി പടർപ്പുകളൊക്കെ പടർന്ന് പിടിച്ച് അപകടങ്ങളുണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് വെട്ടി കളയാനായിട്ട് KSCB സമയബന്ധിതമായിട്ട് ലൈൻ ടച്ചൊക്കെ ഉള്ള വൃക്ഷങ്ങളും പടർപ്പുകളൊക്കെ വെട്ടി കളയാനായിട്ട് ജീവനക്കാരിറങ്ങും. പക്ഷേ ഈ ഭാഗത്ത് മാസങ്ങളായിട്ട് വെട്ടുന്നില്ല എന്ന് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് ബോധ്യപ്പെടും. ഇടതുപക്ഷ ഗവൺമെന്റ് നടപ്പിലാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതികൾ അട്ടിമറിക്കുന്ന നയങ്ങളാണ് UDF സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ആരോപിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മറ്റത്തൂർ മേഖലാ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. മഹിളാ അസോസിയേഷൻ മറ്റത്തൂർ മേഖലാ പ്രസിഡന്റ് അശ്വതി VB ഉദ്ഘാടനം ചെയ്തു. മേഖലാ ട്രഷറർ ജിഷ ഹരിദാസ് അധ്യക്ഷയായി. പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കാൻ ഫലപ്രദമായ നടപടി സ്വീകരിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നെന്മനക്കയാൽ യൂണിറ്റ് കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. തലോരിൽ നടത്തിയ കൺവെൻഷൻ ഫാദർ ജിയോ ആലനോലിക്കൽ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PV ഷാർഗാധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ ലേഖന മത്സരത്തിൽ 1ാം സമ്മാനം നേടിയ KK ജയ ടീച്ചറെയും SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും നവാഗതരായ അംഗങ്ങളെയും ആദരിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ, P തങ്കം, T ബാലകൃഷ്ണമേനോൻ, K സുകുമാരൻ, ജോസ് T ലൂയിസ്, CD ജോസഫ്, VV റപ്പായി, KK ജയ, MA സുശീല, VM പ്രഹ്ലാദൻ, KV രാമകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ആമ്പല്ലൂർ PS നമ്പൂതിരി സ്മാരക വർക്കേഴ്സ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് PN പണിക്കർ അനുസ്മരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CK ബിന്ദു ഉദ്ഘാടനം ചെയ്തു. NR കുട്ടൻ അധ്യക്ഷത വഹിച്ചു. അളകപ്പ് നഗർ ലൈബ്രറി കൗൺസിൽ മേഖലാ കൺവീനർ ബാബു പുതുക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. SM റാഫി, വട്ടനാത്തറ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് CB സുരേഷ്, അലൻ പോൾ, കവി വാമദേവൻ, KC മാധവൻ എന്നിവർ സന്നിഹിതരായി. കോടാലി ശ്രീനാരായണ വിദ്യാമന്ദിർ സെൻട്രൽ സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു. ട്രസ്റ്റ് രക്ഷാധികാരി മോഹനൻ വടക്കേടത്ത് ഭദ്രദീപം തെളിയിച്ചു. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് മുൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ അശോകൻ പണിക്കശ്ശേരി മുഖ്യാതിഥിയായി. SN ട്രസ്റ്റ് ട്രഷറർ CK പ്രഭാകരൻ, വൈസ് പ്രിൻസിപ്പൽ VR അനു, SN സെക്രട്ടറി EN ശശി, വൈസ് പ്രസിഡന്റ് CP ഉണ്ണികൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി OC വിജയൻ, സ്കൂൾ PTA പ്രസിഡന്റ് KR രാഗേഷ്, പ്രോഗ്രാം കോർഡിനേറ്റർ VG ബിന്ദു എന്നിവർ പ്രസംഗിച്ചു. വായനാ ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്കുള്ള വിവിധ മത്സരങ്ങൾ നടത്തുകയും സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. നിറയെ വായനശാലകൾ ഉണ്ടാക്കുന്ന അദ്ദേഹം ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ ഗുരുദേവ ദർശനങ്ങളെക്കുറിച്ച് പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ട്രസ്റ്റ്. എപ്പോഴും നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ കൂടണമെങ്കിൽ we have to say like that. പതുക്കെ നമുക്ക് അങ്ങനെ ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ തന്നെ നമ്മളുടെ ആ കോൺഫിഡൻസ് വർദ്ധിക്കുന്നതിലൂടെ തന്നെ നമ്മളുടെ പേഴ്സണാലിറ്റി ഫോം ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം നല്ല ക്ലാസ്സൊക്കെ തന്ന് എല്ലാവർക്കും നല്ല കഥകളൊക്കെ പറഞ്ഞ് കുട്ടികൾക്ക് നല്ലൊരു മോട്ടിവേഷൻ ആൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അനൗപചാരിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തന്ന അധ്യാപകനായിരുന്നു PN പണിക്കർ. ചിന്തിച്ച് വിവേകം നേടുക എന്നതാണ് വായനാ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. വായനാ ദിനാഘോഷത്തിന്റെ ഭാഗമായി കല്ലൂർ സെന്റ് റാഫേൽ പബ്ലിക് സ്കൂളിലെ കുട്ടികളും മലയാളം അധ്യാപകരും ആലങ്ങാട് ജനതാ വായനശാല സന്ദർശിച്ചു. പുസ്തകങ്ങളെക്കുറിച്ചും എഴുത്തിനെക്കുറിച്ചും വായനയെക്കുറിച്ചും കുട്ടികൾ തങ്ങൾക്കുള്ള ആശയങ്ങൾ വായനശാല ഭാരവാഹികളുമായി പങ്കുവച്ചു. വായനശാല സെക്രട്ടറി AK ശിവദാസൻ, ലൈബ്രറിയൻ രതി ദാസൻ, കമ്മിറ്റി അംഗം CJ സിജോമോൻ എന്നിവർ സന്നിഹിതരായിരുന്നു.
അധ്യാപകരായ റിൻസി, പ്രസന്ന എന്നിവർ നേതൃത്വം നൽകി. അളഗപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിലെ NSS യൂണിറ്റിന്റെയും കോളേജ് ലൈബ്രറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വായനാ ദിനാചരണവും വൃക്ഷത്തൈ നടീലും നടത്തി. മെക്കാനിക്കൽ വിഭാഗം HOD CJ സിൻഡോ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ വായനക്കാരൻ നാളത്തെ നേതാവ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ഓഫീസ് ജീവനക്കാരനായ VJ ഫ്രെജോ ക്ലാസ് നയിച്ചു. വായനാ ദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി നടത്തിയ പോസ്റ്റർ നിർമ്മാണം, ക്വിസ് മത്സരം എന്നിവയിൽ വിജയികളായവരെ ആദരിച്ചു. NSS വിദ്യാർത്ഥി ആര്യ കൃഷ്ണൻ വായനാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. NSS പ്രോഗ്രാം ഓഫീസർ CV വിപിൻ, സ്നേഹ ആന്റണി, സിനോ ഫ്രാൻസിസ്, AO ജോഷി ആൻഡേഴ്സൺ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കൊടകര അഴകം യുവജന സംഘം വായനശാല വായന പക്ഷാചരണത്തിന് തുടക്കം കുറിച്ച് PN പണിക്കർ അനുസ്മരണം സംഘടിപ്പിച്ചു. അനുസ്മരണ പരിപാടി കൊടകര ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ അധ്യാപകൻ ജോബിൻ M. തോമസ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് K. ബാബുരാജ് അധ്യക്ഷനായി. വായനശാല സെക്രട്ടറി PM സുനിൽകുമാർ, കമ്മിറ്റി അംഗം സ്റ്റിത ഡേജു എന്നിവർ പ്രസംഗിച്ചു. കുറിച്ചൊക്കെ നമ്മൾ ഇതിനു മുമ്പും എല്ലാ വായനപക്ഷീകരണത്തിൻ്റെ ഉദ്ഘാടന വേളയിലൊക്കെ നമ്മൾ പ്രതിപാദിച്ച് പോരുന്നതാണ്. ഗ്രാമങ്ങളിൽ തലങ്ങും വിലങ്ങും സഞ്ചരിച്ച ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് DC കിഴക്കേമുറി പറഞ്ഞത് നമ്മളൊക്കെ ഇന്നത്തെ ദിവസം അനുസ്മരിക്കുന്നു. 1995 ജൂൺ 19-ാം തീയതി നമ്മളോട് വിട പറഞ്ഞ പൊതുവായി നാരായണ പണിക്കരെ പറ്റിയിട്ടാണ്. വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ PN പണിക്കർ അനുസ്മരണവും വായനാ പക്ഷാചരണവും സംഘടിപ്പിച്ചു. മനുഷ്യാവകാശ പ്രവർത്തകൻ ജോയ് കൈത്താരത്ത് ഉദ്ഘാടനം ചെയ്തു. TJ ബേബി അധ്യക്ഷത വഹിച്ചു. ഹക്കീം കള്ളിപ്പറമ്പിൽ, EH സഹീർ, സുധീർ വെള്ളിക്കുളങ്ങര, ഷാജു കാവുങ്ങൽ, VM കരീം, റഷീദ് ഏറാത്ത്, ജോയ് കാവുങ്ങൽ, AU ഷിഹാബ് എന്നിവർ പ്രസംഗിച്ചു. മറ്റെന്തെങ്കിലും ഒരു പരിപാടി എടുക്കാം, അതിനോട്ട് പൊതുവായിക്കൂടെ വേറെ എന്തെങ്കിലും ഒരു ക്യാമ്പയിനായിട്ട് എടുക്കാം. ഇപ്പൊ സംസ്ഥാനത്ത് വളർന്നു വരുന്നത് പുതുക്കാട് സെന്റ് സേവിയേഴ്സ് വിദ്യാലയത്തിൽ വായനാ വാരത്തിന്റെ ഉദ്ഘാടനം ഫാദർ ജിയോ തെക്കിനിയത്ത് നിർവഹിച്ചു. BRC കോർഡിനേറ്റർ ഡാനി പ്രിൻസ് പുസ്തക വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. അധ്യാപിക ഷീജ പാറയ്ക്കൽ വായനാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അധ്യാപിക TO മിനി വായനാ ദിന പതിപ്പ് പ്രകാശനം നടത്തി. അമ്മ വായനയിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ നൽകി. സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ വന്ദന, MPTA പ്രസിഡന്റ് നമിത സിൻഡോ, PTA പ്രതിനിധി ജോമോൻ ജോസഫ്, അധ്യാപിക ഷൈബി എന്നിവർ പ്രസംഗിച്ചു. ചെമ്പൂച്ചിറ GHSS വായനാ ദിനാചരണവും എന്റെ വിദ്യാലയത്തിലേക്ക് ഒരു പുസ്തകം പദ്ധതിയുടെ ഉദ്ഘാടനവും നടത്തി. ചടങ്ങിന്റെ ഉദ്ഘാടനം തൃശൂർ ഡയറ്റ് ലെക്ചറർ ഡോക്ടർ PC സിജി നിർവഹിച്ചു. PTA പ്രസിഡന്റ് PS പ്രശാന്ത് അധ്യക്ഷനായി. പ്രധാന അധ്യാപിക കൃപാകൃഷ്ണൻ, OISA പ്രതിനിധി KM മാണി, സീനിയർ അധ്യാപിക സിനി ജോൺ മേച്ചേരി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ സാഹിത്യകാരന്മാരെ അനുസ്മരിച്ച് പരിപാടികൾ അരങ്ങേറി. സ്കൂൾ ലൈബ്രറിയിലേക്ക് കുട്ടികൾ പുസ്തകം നൽകി. വായനാ ദിനത്തിന്റെ ഭാഗമായി നടത്തിയ മത്സരത്തിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് സമ്മാനദാനം നടത്തി. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സ്റ്റാഫ് അംഗങ്ങളുടെ മക്കളിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് പ്രൈസും മെമന്റോയും നൽകി അനുമോദിച്ചു. +2 പരീക്ഷയിൽ 1200-ൽ 1198 മാർക്ക് നേടിയ ആദ്യ സുനിലിനെയും, SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ നിയ ഡോയിയെയും, CBSE പരീക്ഷയിൽ 90%-ലധികം വിജയം നേടിയ നാദിൻ ജാബിറിനെയും അനുമോദിച്ചു. കൂടാതെ വൈഷ്ണവ്, യാസിൻ K ഉബൈദു, നക്ഷത്ര ശ്രീജിത്ത്, ആൻലിയ സൈജോ, സുൽത്താൻ K ഉബൈദു, ഋഷിക് റിജേഷ് എന്നിവർക്ക് ഇഷാര MD സാഗർ പോട്ടയിൽ മെമന്റോയും ക്യാഷ് പ്രൈസും നൽകി. ഇഷാര ചെയർമാൻ രാജൻ ചെമ്പാറ വിദ്യാർത്ഥികൾക്ക് അനുമോദനങ്ങൾ അറിയിച്ചു. പ്രത്യേക ഉപഹാരവും സമ്മാനിച്ചു. പരിപാടിയിൽ സ്റ്റാഫ് അംഗങ്ങൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. PRO ഉബൈദുവും അസിസ്റ്റന്റ് മാനേജർ ടോയും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. എല്ലാവരെയും ആ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ വിദ്യാഭ്യാസ പുരസ്കാരം നൽകുന്നത് എങ്ങനെയാണെങ്കിൽ, ഇഷാര ഗോൾഡിൻ്റെ സ്റ്റാഫ് അംഗങ്ങളുടെ മക്കളിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരവും ഒപ്പം ക്യാഷ് പ്രൈസും നൽകുന്ന ചടങ്ങാണ് ഇന്നിവിടെ ആരംഭിച്ചിരിക്കുന്നത്. അതിലായിട്ട് നമ്മളെ പ്രിയങ്കരനായ MD സാഗർ പട്ടേലിനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്ഥാപനത്തിൽ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്ന ഒരാളാണ് സുഹൃത ചേച്ചി. വരുന്ന കസ്റ്റമേഴ്സിനെയും എല്ലാവരും നല്ല രീതിയിൽ കെയർ ചെയ്ത് കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിൽ അവർ ചെയ്യുന്ന ഒരു സർവീസിന് ഒരു പ്രോത്സാഹന സമ്മാനം കൊടുക്കുകയാണ്. ഇലത്താള കലാകാരന്മാരായിരുന്ന പറമ്പിൽ നാരായണൻ നായർ, തെക്കേടത്ത് നാരായണൻ നായർ എന്നിവരെ കൊടകര മേളകലാ സംഗീത സമിതിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരിച്ചു. സമിതി രക്ഷാധികാരി കല്ലേങ്ങാട്ട് ബാലകൃഷ്ണൻ ഛായാചിത്രങ്ങൾക്ക് മുൻപിൽ ദീപം തെളിയിച്ചു. പ്രസിഡന്റ് ഉണ്ണി പോറാത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വിജിൽ മേനോൻ, കണ്ണമ്പത്തൂർ വേണുഗോപാൽ, രാജു വാര്യർ മരത്തമ്പിള്ളി, അഭിജിത്ത് വിനു, കൈലാസ് നന്ദിക്കര, ധനുഷ് നല്ലായി എന്നിവർ പ്രസംഗിച്ചു. വാടാനപ്പള്ളിയിൽ മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടാൻ ശ്രമിച്ച കേസിൽ തലൂർ സ്വദേശി അറസ്റ്റിൽ. എടക്കുന്നി വീട്ടിൽ അഖിലാണ് അറസ്റ്റിലായത്. ഏങ്ങണ്ടിയൂർ 1000 കണ്ണി ക്ഷേത്രത്തിനു സമീപം പ്രവർത്തിക്കുന്ന അക്ഷയ ഫിനാൻസിയേഴ്സ് എന്ന സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ച സംഭവത്തിലാണ് ഇയാൾ പിടിയിലായത്. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടെ അഖിലും വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ റൌഡിയുമായ തൃത്തല്ലൂർ സ്വദേശി മാളൂത്ര വീട്ടിൽ രഘുവും ചേർന്ന് ആസൂത്രിതമായി അക്ഷയ ഫിനാൻസിലെത്തി 7.8 ഗ്രാം തൂക്കം വരുന്ന മുക്കുപണ്ട വളകൾ യഥാർത്ഥ സ്വർണമാണെന്ന് ധരിപ്പിച്ച് പണയം വെക്കാൻ ശ്രമിച്ചു. ഈ പണ്ടം കാണിച്ച് സ്ഥാപനത്തിൽ നിന്ന് 76,000 രൂപ തട്ടിയെടുക്കാനായിരുന്നു ശ്രമം. സ്ഥാപനത്തിന്റെ ഗോൾഡ് അപ്രൈസർ ആഭരണങ്ങൾ പരിശോധിച്ചപ്പോൾ സംശയം തോന്നി. ഇത് മുക്കുപണ്ടമാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഇതോടെ 1ാം പ്രതിയായി രഘു സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിയോടി. 2ാം പ്രതി അഖിലിനെ ഫിനാൻസ് ഉടമയും ജീവനക്കാരനും ചേർന്ന് തടഞ്ഞുവെച്ചു. ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിച്ചു. അഖിൽ നെടുപുഴ, ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ 5 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ SI ഗോകുൽ, GSIമാരായ രഘുനാഥ്, മുഹമ്മദ് റാഫി, അരുൺ, GSCPO മഹേഷ്, CPOമാരായ സുജിത്, റിഷാദ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. ചെമ്പൂച്ചിറയിൽ പുതിയതായി സ്ഥാപിച്ച തപോവനം ശ്രീ വ്യാസ ആശ്രമത്തിലെ ദേവസ്ഥാനം പ്രതിഷ്ഠാ മഹോത്സവം ഈ മാസം 22 മുതൽ 24 വരെ വിവിധ ചടങ്ങുകളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 22-ന് കൊടകര പൂനിലാർക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന വിഗ്രഹ ഘോഷയാത്രയ്ക്ക് മറ്റത്തൂരിലെ 18 ക്ഷേത്രങ്ങളിൽ സ്വീകരണം നൽകും. 24-ന് രാവിലെ 7:44-നും 9:55-നും മധ്യേ പ്രതിഷ്ഠാകർമ്മം നടക്കും. തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ്, ഡോക്ടർ A രാധാകൃഷ്ണൻ, R ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ആശ്രമം ആചാര്യൻ സ്വാമി ദൈവചൈതാനന്ദ സരസ്വതി, തിലകരാജ് ചിന്നങ്ങത്ത്, മധു ഒമ്പതുങ്ങൽ, മോഹനൻ വടക്കെടുത്ത്, PV നന്ദകുമാർ, ഹരി പള്ളത്തേരി, സോമൻ തണ്ടാശ്ശേരി എന്നിവർ പങ്കെടുത്തു. ആ ക്ഷേത്രത്തെ പുനരുദ്ധരിക്കുക എന്ന ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് അതിന് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച് അതെന്നെ പൂർത്തീകരിക്കാൻ പോകും. ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഇതിന് മറ്റു ക്ഷേത്രങ്ങളുമായി ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതൊരു ദേവസ്ഥാന സങ്കല്പമാണ്. ക്ഷേത്രമല്ല, പൂർണ്ണ ക്ഷേത്രമാണ്. ദേവസ്ഥാനം എന്നാണ് നമ്മൾ പറയുക. ആശ്രമത്തിൻ്റെ ദേവസ്ഥാനം എന്ന നിലയിലാണ്. ഇവിടുത്തെ ഒരു സവിശേഷത എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ക്ഷേത്ര ആരാധന സമ്പ്രദായത്തിൽ നിത്യപൂജകളും പുരോഹിതന്മാരും ഒക്കെ അടങ്ങുന്ന ഒരു ക്ഷേത്ര വിധിയാണ് നമ്മൾ സ്വീകരിക്കപ്പെട്ടത്. മനക്കുരങ്ങര ലയൺസ് ക്ലബിന്റെ പ്രതിമാസ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പുകളുടെ പരമ്പരയിൽ 176ാമത് ക്യാമ്പ് ഞായറാഴ്ച കൊടകര GLP സ്കൂളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് ക്യാമ്പ്. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി വ്യക്തിത്വ വികസന ക്ലാസ് സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് ശ്രീജിത്ത് പട്ടത്ത് അധ്യക്ഷനായി. തൃശൂർ സെന്റ് തോമസ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഡെയ്സൺ പാണേങ്ങാടൻ ശില്പശാല നയിച്ചു. PTA വൈസ് പ്രസിഡന്റ് ധന്യ ബിജു, പ്രധാന അധ്യാപകൻ T അനിൽകുമാർ, സ്റ്റാഫ് സെക്രട്ടറി B ബിജു എന്നിവർ പ്രസംഗിച്ചു. ഞാൻ അത് പറഞ്ഞു തുടങ്ങാണ്. 2-3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം കുറേ അധികം സമയമൊന്നും നമുക്കില്ല.
വളരെ ചുരുങ്ങിയ തലത്തിൽ 2 or 3 മേഖലയെ പറ്റി മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, നമ്മുടെ നാടിൻ്റെ മാറുന്ന പശ്ചാത്തലം. നമുക്ക് ജീവിക്കുന്നത് കേരളത്തിലാണ് അല്ലേ കേരളത്തിലല്ലേ? നിനക്കത് സംശയമുള്ള പോലെ കേരളത്തിലാണോ? തമിഴ്നാട്, കർണാടക, ചൈന, മംഗോളിയ അല്ല, കേരളത്തിലാണ്. മണ്ണിന്റെ മണമറിയാൻ ഞങ്ങളും പദ്ധതിയുമായി കാവലൂർ സെന്റ് ആന്റണീസ് LP സ്കൂൾ. കാവലൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിൽ ഈ അധ്യയന വർഷം നടപ്പിലാക്കുന്ന മണ്ണിന്റെ മണമറിയാൻ ഞങ്ങളും എന്ന പ്രവർത്തനം കുട്ടികളിൽ വലിയ ആവേശമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കൃഷിയോടുള്ള താൽപര്യം വളർത്തുകയും നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ അവസരമൊരുക്കുകയും ചെയ്യുന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. വിത്ത് വിതയ്ക്കൽ മുതൽ ഞാറുനടൽ വരെ എല്ലാ പ്രവർത്തനങ്ങളിലും കുട്ടികൾ സജീവമായി പങ്കെടുത്തു. നെൽവിത്തിനങ്ങൾ, കൃഷിരീതികൾ, കൃഷിയുടെ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് പ്രധാനാധ്യാപിക K. രമയും അധ്യാപകരായ VJ സൗമ്യ, ആഗ്നസ് മൈക്കിൾ എന്നിവരും കുട്ടികൾക്ക് വിശദമായി ക്ലാസുകൾ നൽകി. മണ്ണിനോടും കൃഷിയോടും കൂടുതൽ അടുപ്പം വളർത്തിക്കൊണ്ട് കുട്ടികൾ ഏറെ ഉത്സാഹത്തോടെ പാടത്ത് ഞാറ് നട്ടു. പ്രകൃതിയെയും കാർഷിക സംസ്കാരത്തെയും അടുത്തറിയാൻ സഹായിക്കുന്ന ഈ പ്രവർത്തനം കുട്ടികൾക്ക് മികച്ച അനുഭവമായി മാറി. പുതുക്കാട് GVHSSൽ ആന്റി ഡ്രഗ് അവയർനെസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സർക്കാർ ആവിഷ്കരിച്ച തൂഫാൻ പദ്ധതിയോടനുബന്ധിച്ചായിരുന്നു ഫുട്ബോൾ ടൂർണമെന്റ്. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം പുതുക്കാട് SI CH ലിയാസ് നിർവഹിച്ചു. തൂഫാൻ എക്സിബിഷൻ ബോർഡിന്റെ ഉദ്ഘാടനം പുതുക്കാട് CPO N. ഷെയ്ഖ് ഇബ്രാഹിം നിർവഹിച്ചു. തൂഫാൻ, സൈബർ സെക്യൂരിറ്റി എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി ബോധവൽക്കരണ ക്ലാസ് നടത്തി. പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെ CPO EC യദുകൃഷ്ണൻ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചടങ്ങിൽ സ്കൂൾ പ്രധാനാധ്യാപിക MP ബിന്ദു, JRC കോർഡിനേറ്റർ VS അനുജ, സ്കൂൾ കൗൺസിലർ PT ടീന, SPG കോർഡിനേറ്റർ ഷീബ ഫ്രാൻസിസ്, സീനിയർ അസിസ്റ്റന്റ് KS പുഷ്കല എന്നിവർ പ്രസംഗിച്ചു. ടൂർണമെന്റിനോടനുബന്ധിച്ച് സ്കൂളിലെ LP, UP, HS വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി പ്രത്യേക ഷൂട്ടൌട്ട് മത്സരവും സംഘടിപ്പിച്ചിരുന്നു. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 26 ഡിഗ്രി സെൽഷ്യസ്. അളഗപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ സോഷ്യൽ സയൻസ് അധ്യാപകന്റെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ജൂൺ 22 രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ വെച്ചാണ് അഭിമുഖം. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 048027509558. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,390 രൂപ, പവന് 1,07,120 രൂപ. റിട്ടയർഡ് അധ്യാപിക വരന്തരപ്പള്ളി പുളിഞ്ചോട് പുതുശ്ശേരി തളിയപ്പറമ്പിൽ സാജു ഭാര്യ ബീന അന്തരിച്ചു. 58 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സച്ചിൻ, സജയ് എന്നിവർ മക്കളും ട്വിങ്കിൾ മരിയ, സെറീന റോസ് എന്നിവർ മരുമക്കളുമാണ്. നന്ദിക്കര ചേർക്കര വീട്ടിൽ ദാസൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മുൻ പറപ്പൂക്കര പഞ്ചായത്ത് അംഗം വസുമതിയാണ് ഭാര്യ. ജൂനി, ജുനീഷ് എന്നിവർ മക്കളും ബാബുരാജ്, ലിജി എന്നിവർ മരുമക്കളുമാണ്. കല്ലൂർ നമ്പാടൻ അന്തോണി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മണ്ണമ്പേട്ട കടമ്പാട്ടുപറമ്പിൽ യോഹന്നാൻ ഭാര്യ മേരി അന്തരിച്ചു. 76 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ആലീസ്, പരേതയായി മിനി എന്നിവർ മക്കളും വിൽസൺ മരുമകനുമാണ്. ആനന്ദപുരം കണയത്ത് നാരായണൻകുട്ടി നായർ ഭാര്യ അമ്മിണിയമ്മ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ശിവപ്രസാദ്, പ്രേമൻ എന്നിവർ മക്കളും പ്രീതി, ശിവപ്രസാദ് എന്നിവർ മരുമക്കളുമാണ്. തൊട്ടിപ്പാൾ പാലക്കട ശ്രീധരൻ അന്തരിച്ചു. 85 വയസ്സ്. സംസ്കാരം നടത്തി. ലൈജുവാണ് ഭാര്യ. ബിജു, അനിൽ, ശ്രീജ, ആര്യ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രായപൂർത്തിയാകാത്ത 3 പെൺകുട്ടികളോട് ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ മധ്യവയസ്കൻ പിടിയിൽ. ആമ്പല്ലൂർ ദേശീയപാതയ്ക്ക് കുറുകെയുള്ള കൾവട്ടിൽ മാലിന്യങ്ങൾ അടിഞ്ഞ് വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചുവെന്ന സംഭവത്തിൽ പഞ്ചായത്തിന്റെ അടിയന്തര ഇടപെടൽ. പരാതി ഗൗരവമായി പരിഗണിക്കുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി. UDF ഗവൺമെന്റിന്റേത് തൊഴിലാളി വിരുദ്ധ ബജറ്റാണെന്ന് ആരോപിച്ച് CITU കോടാലി സെന്ററിൽ പ്രതിഷേധ റാലി നടത്തി.
ഓട്ടോ ലൈറ്റ് മോട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU കൊടകര ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചു. വരന്തരപ്പള്ളി KSEB സെഷനിലെ ട്രാൻസ്ഫോർമർ പരിസരത്ത് കാട് വളർന്നു. അപകട ഭീഷണി ഒഴിവാക്കണമെന്നാവശ്യം. ഇടത് ഗവൺമെന്റ് നടപ്പിലാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതികൾ UDF സർക്കാർ അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ 3 മുറിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നെന്മണിക്കര യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഈ ബുള്ളറ്റിൻ സമാപിച്ചു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.